അതിനാണ് ഈ ഉരുളക്കിഴങ്ങ് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് അതിൻ്റെ അകത്ത് സ്പൈസി ഓരോ ഫ്ലേവറുകൾ മയണൈസ് അങ്ങനെ ഓരോരോ ഫ്ലേവറുകളിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് മേടിക്കാൻ അത്യാവശ്യം ആളുകളുടെ തിരക്കും ഉണ്ട് ഇവിടെ. നമ്മളിവിടെ നിന്ന് ആദ്യമേ മേടിച്ചുകൊണ്ട് ലൈമും ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയ കടയിൽ വീണ്ടും വന്നേക്കുവാണ്. പൊന്നൂട്ടിക്ക് അവിടെ ഈ പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തേക്കുന്ന സംഭവം കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് അത് വേണം, അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ എന്തായാലും അതും കൂടി മേടിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. പൊന്നൂട്ടി പൊന്നൂട്ടി ഫോന് വഴിക്ക് ഒരു ചെറിയ ഫ്ലവറിൻ്റെ കറക്കണ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് അതിന് 150 രൂപ പോയിട്ടുണ്ട്. അവള് ഹാപ്പിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കാലമായി ഇവനെ കണ്ടിട്ട്. ഞാൻ നടന്നു വരുന്ന നോക്കി അത് ഓടി 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 മടുത്ത അജിംക്കനാ. അവൻ എൻ്റെ മമ്മീനൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് അവൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരൊക്കെ ആയിട്ട് എല്ലാവരും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക. അവൻ എൻ്റെ വൈഫിൻ്റെ ഫാദറിനെ വീട്ടുകാരെയൊക്കെ ഒന്നും കണ്ടിട്ടില്ല. ഇനി നമ്മൾ ഇവിടുന്ന് ത്രൂ മൈസൂരിലേക്ക് റൂട്ട് മാപ്പ് ഇട്ടേക്കുവാണ്. നമ്മൾ മൈസൂരിലേക്ക് പോവുകയാണ്. അവിടെ മനുവിനെ കണ്ട് ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഈ മൈസൂർ. ഇപ്പം എൻ്റെ ഒരുപാട് കാലത്തെ ഒരു സുഹൃത്താണ്. എടാ എവിടെയാടാ? എടാ എവിടെ എത്തി ഇപ്പോൾ കറക്റ്റ് പറ. ഞാൻ ദേ വണ്ടിയുടെ ഉള്ളിലിരിക്കുക. ഇവിടെ ഇച്ചിരി അത്യാവശ്യം സീനായിട്ടിരിക്കുക. ഇവിടെ നേരെ ഇനി മൈസൂർ പിടിക്കാനാണ് പ്ലാൻ. നീ പെട്ടെന്ന് പാടാ. ശരി എന്നാ, എത്ര മിനിറ്റ് നിൽക്കണം? എടാ ഞാൻ പറഞ്ഞതിൻ്റെ അലൻസൊള്ളിയുടെ ഫ്രണ്ടിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് എത്തൂടാ. അപ്പോൾ അവൻ ഓൺ ദി വേ ആണ്. റൂട്ടെല്ലാം ചോദിച്ചു വെച്ചിട്ടുണ്ട്. വരുമ്പോൾ നമുക്ക് കാണാം, പരിചയപ്പെടാം. അപ്പോൾ ഈ ഞാൻ ഒരുപാട് സജസ്റ്റ് ചെയ്യുന്ന, എല്ലാവർക്കും ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നൊരു ഏരിയയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് A to Z സാധനങ്ങൾ, നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാം. പ്രൈസൊക്കെ വളരെ കുറവാണ്. വിലയൊക്കെ പേശി മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ കിട്ടും. നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മളെ പൈസ ഉണ്ട്, ഞങ്ങൾ വലിയ ആളാണെന്നുള്ള രീതിയിലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അവന്മാർ നമ്മുടെ പെടലിക്ക് വെച്ച് തരും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പറഞ്ഞ് വിലയൊക്കെ കുറച്ച് പേശി അവരൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ചെല്ലൂ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പൈസ കുറച്ച് തരും. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും എന്തായാലും വരുന്നവരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ. ഓരോ സ്ഥലങ്ങളുടെ പേര് യൂണിയൻ സ്ട്രീറ്റ്, അംബേദ്കർ റോഡ്, അങ്ങനെ വിദ്യാധന സൗധ, രാജ്ഭവൻ റോഡ്, ഭുവനേശ്വര സർക്കിള്, ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലങ്ങളുടെ പേര്. ഞാൻ അധിക നാള് ഈ ബാംഗ്ലൂർ ഏരിയകളിൽ ഇറങ്ങിയിട്ടില്ല. ഒരു 15 വർഷം മുമ്പാണ് ആദ്യമായിട്ട് വന്നേക്കണതൊക്കെ. ഇതാണ് ബാംഗ്ലൂരിൽ നമ്മൾ കാണേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷെ നമുക്കിതെന്തോ ഇന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് വരാൻ പറ്റുന്നില്ല. ഡോക്ടർ അംബേദ്കർ വിദ്യാധന സൗധ. ഡോക്ടർ അംബേദ്കർ വീതിയല്ലേ ഇത്? ഇപ്പൊ ബാംഗ്ലൂരിൽ ഇങ്ങനെയുണ്ട്. 2 സൈഡുകളിലും നല്ല അടിപൊളിയായിട്ട് പൂക്കളെല്ലാം വെച്ചുപിടിപ്പിച്ച്. ഇനി ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രീനിഷാണ്. നമ്മൾ മെയിൻ റോഡ് സിറ്റി കഴിഞ്ഞു മെയിനിലേക്ക് നമ്മളിപ്പോൾ മൈസൂർ റൂട്ടിലേക്ക് പോവാം. തൊട്ട് ഫ്രണ്ടിൽ ഒരു വലിയ മലയാണ്. സൈഡിലൊക്കെ പല പല കൃഷികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ ഇന്നർ സ്കേർട്ടുകളിൽ ഒരുപാട് വില്ലേജസൊക്കെ ഹിഡൻ ആയിട്ടുള്ള വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല. കാര്യം 2 സൈഡും ബാരിക്കേഡ് കെട്ടിയിട്ടേക്കും. നമ്മളിപ്പോൾ മെയിനിലേക്ക് M50 പോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും തെങ്ങും തോപ്പും മാത്രം, പിന്നെ കുറേ കൃഷികളും. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈനഹള്ളി, പിന്നെ ഞാൻ ഭക്ഷണം വാങ്ങിച്ച് വഴിക്ക് നിർത്തി. വല്ല കാര്യമുണ്ട്. ആ പൈസ പോയെന്ന് മാത്രം വെച്ചാൽ വഴിയുടെ ഇരുവശങ്ങളിലും നല്ല രസമാണ്
കരിമ്പ്, അതുപോലെ തന്നെ തെങ്ങ്, കവുങ്ങ്, പന, എല്ലാ സാധനങ്ങളും ഉണ്ട്. കളിയാക്കി. അപ്പോൾ പിന്നെ ഈ നാട്ടിടയന്മാർ കംപ്ലീറ്റ് ഈ ആടുകൾ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കാഴ്ച, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതൊക്കെ മിസ് ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടാവാം, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഈ ഇരുവശങ്ങളിലും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മാവുകളാണ്. മാവ് നല്ല പൂത്ത് നിൽക്കുന്ന മാവുകൾ. വാ താമര പെണ്ണേ നീ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാട്ടിൻ കൊച്ചു തമ്പുരട്ടി ഒരു പാട്ട് പാടാൻ വാ. വാ വാ വാ. ആ തോൽവി സമ്മതിച്ചോ? പുലർമഴയിൽ ആദ്രമാം ഹൃദയവുമായി ആരൊരാൾ എൻ മനസ്സിൽ ജാലകും തുറന്നുകയായി. ഒന്നിച്ചു രണ്ടോമൽ പൈകിളികൾ ഒന്നാനാം കുന്നിന്റെ ഓരടി ഇങ്ങിനികൾ. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി, കുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നിനച്ചിരിപ്പുണ്ടേ. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല, മാറിവില്ല നിന്റെ വർണ്ണമാല, രാധയ്ക്കു കാതുകളിൽ രാഗമാല. മായ പെണ്ണേ നീയൊരു മായ, പയ്യനെ കടന്നു വെച്ച് പാൽക്കുടം നിറച്ചു വെച്ച് പാറായി തിങ്കളായി വന്നു രാധ, പാറ്റുന്നറന്ന് വെച്ച് പട്ടൊടുത്തു പൊട്ടൊടുത്തു പത്മനാഭ പൂജ ചെയ്യും കൃഷ്ണരാധ. രാക്കുയിൽ പാടി രാവിന്റെ ശോകം, നക്ഷത്ര കുഞ്ഞുങ്ങൾക്കിന്നാനന്ദമേള. രാക്കുയിൽ പാടി രാവിന്റെ ശോകം, നക്ഷത്ര കുഞ്ഞുങ്ങൾക്കിന്നാനന്ദവേള. വാ വാ. വായല്ലേ ഞാൻ രണ്ട് കൂട്ടർക്കും നിഷ്പക്ഷമായിട്ട് നിന്ന് പറയുന്നതാണ്. അത്രയും മതി, അത്രയും മതി. പാട്ട് മനസ്സിലായല്ലോ, അത്രയും മതി. ശാരികെ നിന്നെ കാണാൻ താരകം താഴെ വന്നു, അത്രയും മതി ആ പാട്ടുള്ള. ശാരികെ നിന്നെ കാണാൻ മൈസൂര് ഒരു ഏരിയയില്, അതായത് ബോർഡർ സ്ഥലത്ത് കടലുണ്ട്. അത് എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നങ്ങൾ. രണ്ട് സൈഡും നോക്കിയോ, രണ്ട് സൈഡിൽ ഇപ്പോഴും കാളവണ്ടി
കാളകളെ വെച്ചിട്ടാണ് ഈ കണ്ടമൊക്കെ പൂട്ടണത്. പിന്നെ രണ്ടാമത്തെ ട്രാക്കിൽ അവൻ കണ്ടോ വീണ്ടും അവൻ വളരെ ഡീസന്റ് ഇവിടെയൊക്കെ മെഗ്ഡി വന്നത് വലിയൊരു അത്ഭുതമാട്ടോ. അല്ല ഞാൻ ഒന്ന് കണ്ടത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഞാനൊരു മെഗ്ഡി കണ്ടു. പിന്നെ ഇതിന്റെ മെഗ്ഡിയുടെ ഫ്രാഞ്ചൈസി ഇവിടെ കാണുന്ന ഞാൻ ഫസ്റ്റ് ആട്ടോ. MC കഫേ ഉണ്ടല്ലോ. ആ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, എന്നാലും ആവറേജ് സെയിൽസ് ഉണ്ടാവും എന്തായാലും അവിടെ. ഇവിടെ 70 കിലോമീറ്റർ ഉണ്ട്. എവിടെ മൈസൂർ ഓടിക്കണോ? ഞാനല്ല അവിടെ ചിലപ്പോ ഒരു ചായ കുടിക്കാം. 68 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ. കപ്പ ബിരിയാണിയാണ് 200 രൂപ. അവിടെ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നോ? 200 രൂപയോ? എന്നിട്ട് അയാൾ തിരിച്ചാൻ കൊടുത്തു. ഭയങ്കര അധികം. ഇവന്മാർക്ക് ഈ വിദേശത്തു നിന്നൊക്കെ വരണം. ഇപ്പൊ ആ കടയിൽ എന്ന് പറഞ്ഞ ഒരു മിനറൽ വാട്ടറിന് 20 രൂപയാണ് മേടിച്ചത്. വെള്ളത്തിലൊക്കെ ഭയങ്കര ഈ വെള്ളം സീസണൽ കച്ചവടമാണ്. ഈ ചെയ്യുന്ന ആൾക്കാർ 10-20 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. 8 രൂപ അവർക്ക് ഒരു വെള്ളത്തിന് കൊടുത്താൽ മതി. 8 രൂപ കമ്പനിക്ക് കൊടുത്താൽ മതി. 10 രൂപയോളം വരും ഇത് ഇറക്കി നമുക്ക് തരുമ്പോ. നമുക്കൊരു ബേക്കറി ഉണ്ടെങ്കിൽ അവിടെ തന്നെ 8 രൂപ കൊടുത്താൽ മതി. അതിനാണ് അവര് 12 രൂപ കൂടുതൽ മേടിക്കുന്നത്. അതോ ചിലര് 15 രൂപ അല്ലല്ല മുകളിലേക്ക് ഒട്ടുമില്ലേ. നീ അവിടെയൊക്കെ പിടിച്ച് ചിരിക്കണ്ട ടൂട്ട്. ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചേക്കാം. എന്റെ പൊന്നു പോലെ ഇത് ഈ വണ്ടിയിൽ യാത്ര ചെയ്യണവരെ എന്നോട് ആരും ഒന്നും പറയാനില്ല. ആണോ? നീ അവിടെ എവിടെയൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ജോലി രാജിവെക്കേണ്ട സമയമായിരിക്കും. അതേ വണ്ടി കൊടുത്തു. അത് ഞാൻ കൊടുക്കും എന്തായാലും. നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കൊരു ചെറിയൊരു സ്റ്റേ കിട്ടി. ഒരുപാട് കോസ്റ്റ്ലി ഒന്നും അല്ല കേട്ടോ. 2500 രൂപ വിത്ത് AC. നമുക്ക് ഒരു 6 പേർക്ക് പാകത്തിന് കിടക്കാനുള്ള പാകത്തിന് ബെഡും അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബെഡും ഇട്ടിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഇവിടെ മൈസൂർ എത്തിയത്. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല, അധികം കറങ്ങാൻ. ഓൾറെഡി ടയർഡാണ്. കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, കപ്സ്, പിന്നെ അതുപോലെ തന്നെ സ്പ്രിൻ്റ്, കുറച്ച് വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സാധാരണ സ്ഥലം പോലെയല്ല കേട്ടോ. വെള്ളത്തിനൊക്കെ നല്ല വിലയാണ്. പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റേ കിട്ടി. 2500 രൂപ നേരത്തെ പറഞ്ഞ പോലെ, ഇൻക്ലൂഡിങ് AC റൂം. ഞങ്ങളെല്ലാവരും തന്നെ ആ റൂമിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് വലിയ ഹെവി ബഡ്ജറ്റുള്ള ഒരു പരിപാടിയൊന്നുമല്ല.